हरे कृष्ण प्रभु दंड प्रणाम। हरे कृष्ण प्रभु। हरे हरे कृष्ण कृष्ण माता जी। हरे कृष्ण माता जी। हरे कृष्ण। हरे कृष्ण माता जी। हरे कृष्ण प्रभु। हरे कृष्ण माता जी। हरे कृष्ण। प्रणाम माता जी। हरे कृष्ण माता जी प्रणाम। हरे कृष्ण माता जी प्रणाम। हरे कृष्ण प्रभु പ്രണാമം. നമുക്ക് തുടങ്ങിയാലോ? हरे कृष्ण माता जी। प्रणाम माता जी। പ്രണാം മാതാജി പ്രണാം. हरे कृष्ण प्रणाम। हरे कृष्ण। ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോൻ ശ്രീയുധപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമാചാര്യപാദായ നിദ്രായ കൃപാപ്രദായിനെ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശാക്തികം. അന്താരാഷ്ട്ര കൃഷ്ണബോധ സമിതി മംഗളൂരു ശ്രീ ശ്രീ രാധാ ഗോവിന്ദ മന്ദിർ ഭക്തിശാസ്ത്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. हरे कृष्ण। കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്നലെ രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം ആണ് ചർച്ച ചെയ്തിരുന്നത്. അതില് സാത്വികമായ അറിവിലൂടെ ജ്ഞാനത്തിലൂടെ ഈശ്വരനിലേക്ക് മനസ്സ് ചേർത്ത് വെക്കുക എന്നാണ് സാഖ്യയോഗം അല്ലെങ്കിൽ ഗീതാ വിഷയ സംഗ്രഹം എന്ന അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രകൃതി പുരുഷ തത്വം 24 തത്വങ്ങളിലൂടെ പറഞ്ഞതുകൊണ്ടാണ് അതിന് സാഖ്യയോഗം എന്ന പേര് കൂടി വന്നത്. അതിന് ഭഗവത്ഗീത ശാസ്ത്രത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് രണ്ടാം അധ്യായം. അതായത് ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട എല്ലാ അധ്യായങ്ങളെയും ഒരു സംക്ഷിപ്ത രൂപത്തില് രണ്ടാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് ചുരുക്കി വിവരിച്ചു തരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വിശദമായി എല്ലാ അധ്യായങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. 72 ശ്ലോകങ്ങളാണ് രണ്ടാമത്തെ അധ്യായത്തിലുള്ളത്. തളർന്നിരിക്കുന്ന അർജുനെ ഒന്ന് പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഭഗവാൻ ചോദിക്കുന്നത്. അങ്ങനെ മനഃശാസ്ത്രപരമായ ഒരു രീതിയിലൂടെയാണ്
അർജുനനെ ആ ശോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വിഷമാവസ്ഥയിൽ നിന്ന് ഭഗവാൻ ഉയർത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത്. അതായത് ഇത്രയും നിർണായകമായ സമയത്താണോ നിന്റെ ഈ പെരുമാറ്റം? ഒരു ക്ഷത്രിയൻ യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗം പ്രാപിക്കും, സ്വധർമ്മം ഉപേക്ഷിക്കുന്നതിന് നരകമാണ് ഫലം. അപ്പൊ നീ പേടിച്ച് ഓടിപ്പോയി എന്നല്ലേ ആളുകൾ പറയുക. നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ ആണും പെണ്ണും കെട്ട തരത്തിലുള്ള ഒരു പെരുമാറ്റം ആണല്ലോ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അർജുനനെ ഭഗവാൻ വീണ്ടും തൻ്റെ കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഹരേ കൃഷ്ണ. നമ്മള് 12ാമത്തെ ശ്ലോകം വരെ, 12ആണോ 15? 15ാമത്തെ ശ്ലോകം വരെ നോക്കി ഇന്നലെ. 15. ഹരേ കൃഷ്ണ. അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട് അല്ലെ? രശ്യ മാതാജി വന്നോ? ഇട്ടിട്ടില്ല മാതാജി. രശ്യ മാതാജിനെ കണ്ടില്ല. രശ്യ മാതാജി വരും. ഹരേ കൃഷ്ണ. അപ്പൊ ശരീരത്തില് ശ്ലോകം 15 വരെയാണ് നമ്മൾ നോക്കിയത് അല്ലെ? അതെ. ഹരേ കൃഷ്ണ. യം ഹിന്യാവ്യഥയന്ത്യേത പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം അതിന്റെ ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്ക് അർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിലെ 4ാം ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായ ഒരവസ്ഥയാണെങ്കിലും ജീവിതത്തിൽ പരിപൂർണത വരുത്തണമെന്ന് കാര്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭാര്യ പുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. ചൈതന്യ മഹാപ്രഭു 24ാം വയസ്സിലാണ് സന്യാസം സ്വീകരിച്ചത്. വൃദ്ധയായ മാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹമല്ലാതെ ഒരു ആശ്രയം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഉത്കൃഷ്ടമായൊരു ലക്ഷ്യം മുൻനിർത്തിയ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു സന്യാസം കൈക്കൊണ്ടു. തൻ്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള മുക്തി നേടാനുള്ള വഴി. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് ശ്ലോകം 16. നാസദോ വിദ്യതോ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരഭി ദൃഷ്ടോന്താസ്ത്വനയോ തത്വദർശിഭി. ഇല്ലാത്തതായ ഒന്നിന്, അതായത് ഇല്ലാത്തതാണ് ഭൗതിക ശരീരം. അത് ഭൗതിക ശരീരം ഇല്ലാത്തതാണ്. ഇല്ലാത്തതായ ഒന്നിന് നിലനിൽപ്പില്ല. സനാതനമായതിന്, അതായത് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരുടെ രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ്. അത് അവസാനിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കുന്നു. നാം ശരീരമല്ല ആത്മാവാണ് എന്നൊരു ശ്രദ്ധ നമ്മൾക്കുണ്ടായിരിക്കണം. ആത്മാവിന് നാശമില്ല, ശരീരം നശിക്കുന്നു, ശരീരത്തിന് മാറ്റം സംഭവിക്കുന്നു. ആത്മാവിന്റെ ലക്ഷണമാണ് ബോധം. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് അല്ലെങ്കിൽ ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. ആത്മാവിന്റെ മൂലസ്വരൂപം. ആത്മാവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല? ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനാവില്ല, ദഹിപ്പിക്കാൻ, അഗ്നിക്ക് ദഹിപ്പിക്കാൻ സാധിക്കില്ല, തീർക്കാൻ സാധിക്കില്ല, കാറ്റിനാൽ ഉണക്കാൻ സാധിക്കില്ല. ശാശ്വതനാണ്,
അചഞ്ചലനാണ്, നിത്യനാണ്, അദൃശ്യനാണ്, അചിന്ത്യനാണ്, മാറ്റമില്ലാത്തതാണ്. അഗ്നിക്ക് ദഹിപ്പിക്കാൻ സാധിക്കില്ല, കാറ്റിന് ശോഷിപ്പിക്കാൻ സാധിക്കില്ല. ഇതാണ് ആത്മാവിന്റെ ഗുണങ്ങൾ. ഇനി ശ്ലോകം 17. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്നും നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആത്മാവ് അനശ്വരനാണ്. ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആരാണ് പറയണത്? ഭഗവാൻ അർജുനോട് പറയാണ്. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നുണ്ട് അല്ലെ, ആത്മാവ് മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണത് പോലെ തോന്നുന്നുണ്ട് അല്ലെ. ഹരേ കൃഷ്ണ. ഒരു മുടിനാരിയുടെ തുമ്പിന്റെ 10,000-ൽ-1 മാത്രമാണ് ജീവാത്മാവിന് വലിപ്പം. അപ്പൊ ജീവാത്മാവിന്റെ വലിപ്പം എന്താണ്? ഒരു മുടിനാരിയുടെ തുമ്പിന്റെ 10,000-ൽ-1 മാത്രം. അതാണ് ജീവാത്മാവിന് ഉള്ള വലിപ്പം. ശ്വേതാശ്വരോപനിഷത്തിൽ ഇത് വ്യക്തമാക്കുന്നു. ബാലാഗ്രശതഭാഗസ്യ ശതദാ കൽപ്പിതസ്യ ച ഭാഗോ ജീവസവിജ്ഞേയ സചാനന്ദ്യായ കൽപ്പതേ. തലനാരിയുടെ അറ്റം 10,000 വിഭജിച്ചാൽ എത്ര വലിപ്പം വരുമോ അത്ര മാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം. ജീവാത്മാവിന്റെ വലിപ്പം എന്താണ്? തലനാരിന്റെ തലമുടിനാടിന്റെ അറ്റത്തെ 10,000-ൽ-1 വിഭജിച്ചാൽ എത്ര വലിപ്പം വരുമോ അത് മാത്രമാണ് ജീവാത്മാവിന്റെ വലിപ്പം. അപ്പൊ ഒരു മുടിയുടെ തുമ്പിന്റെ 10,000-ൽ-1 മാത്രം വലിപ്പമുള്ള ജീവാത്മകണങ്ങളുണ്ട്. ഭൗതിക കണങ്ങളേക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ കണമാണ്. അവ നിരവധിയുണ്ട് താനും. ഭൗതിക ശരീരത്തിന്റെ അടിസ്ഥാന തത്വമാണ് ഈ ചെറിയ ആത്മീയ സ്ഫുലിംഗം. ഒരു ആത്മീയ സ്ഫുലിംഗത്തിന്റെ പ്രഭാവം ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുന്നു. ആത്മാവിന്റെ ഈ പ്രഭാവം അവബോധമായി ശരീരത്തിൽ എങ്ങും അനുഭവപ്പെടുന്നു. അത് ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നു. അപ്പൊ ഇത്രയും ഇതാണെങ്കിലും ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന സത്തയാണ് ആത്മാവ്. അതിന് നാശമില്ലെന്ന് നീ അറിയുക. അതാണ് ഇവിടെ പറയുന്നത്. ബോധം നഷ്ടപ്പെട്ട ശരീരം ശവമാണെന്നും ഭൗതികമായ ഏത് പരിചരണത്തിനും അതിൽ ബോധം ഉണർത്താനാവില്ലെന്നും ഏത് പാമരനും അറിയാം. അതുകൊണ്ട് ഭൗതിക പദാർത്ഥങ്ങളെ ഏതെങ്കിലും അളവിലുള്ള സമ്മിശ്രണത്തിൽ നിന്നല്ല, അണുമാത്രനായ ആത്മാവിന്റെ പരിമാണം മുണ്ടകോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. ഏഷാണു അണുരാത്മാ ചേതസ വേദ്യതവ്യോ യസ്മിൻ പ്രാണ പഞ്ചദ സംവിവേശ പ്രാണൈശ്ചിത്തം സർവമോദം പ്രജാനം യസ്മിൻ വിശുദ്ധേ വിഭവത്യേഷ്യ ആത്മാ. പരമാണുപ്രായനായ ആത്മാവിനെ തികഞ്ഞ ബുദ്ധിശക്തി കൊണ്ട് അറിയാവുന്നതാണ്. ഇത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ 5 വിധം വായുഭേദങ്ങളിൽ പൊങ്ങിക്കിടക്കുന്നു. ജീവനുള്ളവയുടെ എല്ലാം ഹൃദയത്തിൽ കുടിയിരുന്നു കൊണ്ട് ശരീരത്തിൽ എങ്ങും അതിൻ്റെ പ്രഭാവം ചെലുത്തുന്നു. 5 വിധം ഭൗതിക വായുക്കളുടെ മാലിന്യത്തിൽ നിന്ന് വിമുക്തനാകുമ്പോഴാണ് അതിൻ്റെ ആത്മീയ പ്രഭാവം വെളിപ്പെടുന്നത്. 5 തരം വായുക്കളാണ്: പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഇനി അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ആത്മാവ് ആവാസ വ്യവസ്ഥയെ മാറ്റുന്നു. അത് 22. 19. യയേനം വ്യക്തി ഹന്താരം യശൈനം മന്യദേഹദം ഉഭൗതൗന വിജാനീതോ ന്യായം ഹന്തീന ഹന്യതേ. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെയെങ്കിലും കൊല്ലുമെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ആത്മാവ് നമ്മുടെ ശരീരത്തെ വിട്ട്, ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ, ആത്മാവിനെ താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ശരീരത്തിനുണ്ടായാൽ ആ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാവ് പുതിയൊരു ശരീരത്തിലേക്ക് പോകും. അതിനൊരു ഉപമ എന്താ പറഞ്ഞത്? ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച്
നമ്മള് പുതിയ വസ്ത്രങ്ങള് ധരിക്കുന്നത് പോലെ. അപ്പൊ ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവർ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. അതിസൂക്ഷ്മമാണ് ജീവാത്മാവ്. ഭൗതിക ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാനൊന്നും കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ്. അതിന്റെ വലിപ്പം നമ്മൾ നേരത്തെ മനസ്സിലാക്കി എത്രയാണ്? ഒരു തലനാരിഴ മുടിയുടെ തുമ്പത്തെ 10,000 ഭാഗങ്ങളാക്കിയാൽ അത്രയും വലിപ്പമുള്ളൂ ഒരു ജീവാത്മാവിന്. അപ്പൊ പിന്നെ അതിന് ഏതെങ്കിലും ആയുധം കൊണ്ട് കൊല്ലാനോ മുറിക്കാനോ ഒന്നും സാധ്യമല്ല. ശാരീരിക ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മാം ഹിംസ സർവഭൂതാനി. അപ്പൊ നമ്മള് ഇപ്പൊ അർജുനോട് പറയണം, ആത്മാവിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോ പറയണാണത്. അർജുനാട്ടെ മതാനുശാസനം അനുസരിച്ചാണ് ഹിംസയിൽ വ്യാപരിച്ചിരിക്കുന്നത്, തന്നെ ഇഷ്ടപ്രകാരമല്ല. ഇനി അടുത്ത ശ്ലോകം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നജായതേ മ്രിയതേ കഥാചിന്നായം ഭുക്ത ഭവിതാവാന ഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. അത് കാണാതെ പഠിക്കാനുള്ളതായിരിക്കുമല്ലോ അല്ലേ? ഇത് കാണാതെ പഠിക്കാനുള്ള ശ്ലോകം മാതാജി. അതെ അതെ. നജായതേ മ്രിയതേ വാ കഥാചിന്നായം ഭുക്ത ഭവിതാവാന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. അയം ഇവൻ ആത്മാവ്, കഥാചിത് ഒരിക്കലും, നജായതേ മ്രിയതേ വാ കഥാചിൻ അയം ഭുക്ത ഭവിത വാനഭൂയ. അയം ഇവൻ ഈ ആത്മാവ്, കഥാചിത് ഒരിക്കലും, നജായതേ ജനിക്കുന്നില്ല, മ്രിയതേ മരിക്കുകയും ചെയ്യുന്നില്ല. അതാണ് ആദ്യത്തെ വരി. നജായതേ മ്രിയതേ ജനിക്കുന്നില്ല മരിക്കുന്നില്ല. വാ കഥാചിന്നായം കഥാചിത് ഒരിക്കലും, നജായതേ ന മ്രിയതേ മ്രിയതേ മരിക്കുന്നില്ല. അയം ഇവൻ ഭൂത്ത ആവിർഭവിച്ചിട്ടോ, അതായത് ഉണ്ടായിട്ടോ, ന വാഭവിത ആവിർഭവിക്കുകയോ ചെയ്യുന്നില്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഇവിടെ രണ്ടാമത്തെ വരി. നായം ഭുക്ത ഭവിത വാനഭൂയ. ഭവിത ആവിർഭവിക്കുകയോ ചെയ്യുന്നില്ല, ആവിർഭവിച്ചിട്ടുമില്ല ആവിർഭവിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ അജോ നിത്യശാശ്വതം, അജനാണ്, അതായത് ജനനരഹിതൻ. ഭഗവാനെ അജൻ എന്ന് പറയും. ജനിക്കേണ്ട ആവശ്യമില്ല, അത് ഉണ്ട് ഇവിടെ. ജനനരഹിതനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണ പണ്ടേ ഉള്ളവനാണ്. അജോ നിത്യ ശാശ്വതോ അയം എന്ന് വെച്ചാൽ ഇവൻ ആത്മാവ്, പുരാണോ മുമ്പേ ഉള്ളത് പണ്ടേ ഉള്ളവനാണ്. അയം ഇവൻ ശരീരേ ശരീരം, ഹന്യമാനേ ശരീരം ഹനിക്കപ്പെടുമ്പോഴും ന ഹന്യതേ ആത്മാവ് ഹനിക്കപ്പെടുന്നില്ല. ഇത് ആത്മാവിന്റെ പ്രത്യേകത പറയുന്നതാണ് അല്ലെ. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. നമ്മൾ ശ്ലോകം പഠിക്കുമ്പോൾ എപ്പോഴും വിവർത്തനം പഠിച്ചിരിക്കണം. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല. അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. അറ്റൻഡൻസ് ലിങ്ക് വന്നോ? വന്നിട്ടില്ല. രസിക മാതാജി ഹരേ കൃഷ്ണ. മാതാജി വന്നിട്ടില്ലേ? ആരെങ്കിലും അറ്റൻഡൻസിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. അറ്റൻഡൻസ് എന്ന് വെച്ചാൽ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞുള്ള ഭാഗത്തിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു വെച്ചാല് അപ്പൊ പിന്നെ അവരുടെ അറ്റൻഡൻസിന് പറയാലോ. എന്താവോ മാതാജി അഡ്മിൻ മാതാജി കയറിയിട്ടില്ല എന്ന് തോന്നണം. ഹരേ കൃഷ്ണ. അപ്പൊ 20ാമത്തെ ശ്ലോകം മനസ്സിലായെന്ന് വിചാരിക്കണേ. നജായതേ മ്രിയതേ വാ കഥാചിൻ നായം ഭുക്ത ഭവിത വാനഭൂയ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ
ഹന്യമാനേ ശരീരേ, ശരീരം നശിച്ചാലും ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവിനെ കൂടസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, സ്ഥിരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലഭേദങ്ങളൊന്നുമില്ല. ശാശ്വതനാണ്, ആദിമനാണ് ആത്മാവ്. അതിൻ്റെ ഉൽപ്പത്തി എന്താണെന്ന് ചരിത്രത്തിന് പോലും അറിയില്ല. ഒരിക്കലും ആത്മാവിനെ വാർദ്ധക്യം ബാധിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്ര പ്രായമായാലും നമ്മളുടെ ചെറുപ്പത്തിൽ എന്തെല്ലാം കൊച്ചു കുസൃതികളും കൊച്ചു കൊച്ചു സ്വഭാവങ്ങളും ഉണ്ടോ, അതെല്ലാം നമ്മുടെ കൂടെ ഇങ്ങനെ വരും. പ്രായമായില്ല എന്നിട്ട് എന്തായി കളിക്കണേന്നൊക്കെ ചോദിക്കും ആൾക്കാരെ, അല്ലേ? പക്ഷെ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു കുറുമ്പുകളും കുസൃതികളൊക്കെ ഇങ്ങനെ വരും. അതിന് വലുതാവണമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ ശരീരത്തിന് മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മാവിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ ചെറുപ്പം തന്നെ നമ്മുടെ ശരീരം ജീർണിച്ചാലും അല്ലെന്നുണ്ടെങ്കിൽ വയസ്സായാലും നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം അധികം വരില്ല. നമ്മൾ അതിനനുസരിച്ച് ആണ്. അപ്പം അതുകൊണ്ടാണ് ആത്മാവിന് വ്യത്യാസമില്ല എന്ന് പറയുന്നത്. ആത്മാവിന് ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാറില്ല. ശരീരത്തിന് വാർദ്ധക്യം ബാധിച്ചാലും ആത്മാവിന് ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുന്നില്ല. അതുകൊണ്ട് കിഴവനെന്ന് കരുതപ്പെടുന്ന ആൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായിരുന്ന അതേ ആവേശം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. മക്കളൊക്കെ പറയും വയസ്സായില്ലേ ഒരിക്കലും മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കും. നമ്മൾക്ക് ഒരിക്കലും തോന്നില്ല നമ്മൾക്ക് വയസ്സായെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല. അപ്പം അതേ ആവേശം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ഒരിക്കലും ബാധിക്കില്ല. ഏതെങ്കിലും ഭൗതിക വസ്തുവിനെ പോലെയോ ഒരു പടുമരത്തെ പോലെയോ ആത്മാവ് ക്ഷയിക്കുന്നില്ല. അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ആത്മാവിന് ഉപോൽപ്പന്നങ്ങളില്ല. ശരീരത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായ സന്താനങ്ങളും വേറെ ആത്മാക്കളാണ്. അവര് വേറെ ഏതോ ആത്മാക്കളായി നമ്മുടെ മക്കളായിട്ട് വന്നു നമ്മുടെ വീട്ടിൽ. അതെന്തോ പൂർവജന്മ കടം വീട്ടാനുള്ള വ്യാജേന അവര് നമ്മുടെ വീട്ടിൽ വളരുന്നു. ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരം വളരുന്നതെങ്കിലും ആത്മാവിന് ഉപോൽപ്പന്നങ്ങളില്ല, മാറ്റവുമില്ല. അതുകൊണ്ട് 6 ശാരീരിക പരിണാമങ്ങളിൽ നിന്നും മുക്തനാണ് ആത്മാവ്. അപ്പോൾ ആത്മാവിനെ ഒരാൾക്ക് കണ്ടെത്താനാവില്ലെങ്കിലും അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആത്മാവ് അവിടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്തിൽ സൂര്യൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് മേഘങ്ങളുടെ മൂടൽ കൊണ്ട് സൂര്യനെ കണ്ടില്ലെന്ന് വരാം. പുലരുന്നതിന് മുമ്പ് ആകാശത്തിൽ തെല്ലൊരു വെളിച്ചം കണ്ടാൽ സൂര്യൻ ഉദിക്കുന്നതാണെന്ന് നമുക്കറിയാം. എല്ലാ ശരീരത്തിലും മനുഷ്യൻ്റെതാവട്ടെ മൃഗത്തിൻ്റെതാവട്ടെ അവയിലൊക്കെയും ബോധമുള്ളത് കൊണ്ട് ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. ജീവാത്മാവിൻ്റെ ഈ ബോധം സർവോത്തമ മണ്ഡലത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂതവർത്തമാനാദികളെ സംബന്ധിച്ച് സർവവിജ്ഞാനം ഉൾക്കൊള്ളുന്നതാണ് സർവോത്തമ ബോധം. ആത്മാക്കൾ 2 തരമുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ തന്നെ 2 ആത്മാക്കളുണ്ട്, 2 തരം ആത്മാക്കളുണ്ട്. അതെ അതെ. ഒന്ന് അണുആത്മാവ്, മറ്റേത് വിഭു ആത്മാവ്. അതാണ് വിഭു ആയത് പരമാത്മാവ്. പരമാത്മാവും അണുമാത്രനായ ജീവാത്മാവും. അണുആത്മാവും വിഭു ആത്മാവും. അണുമാത്രനായതും മഹത്തായ വിഭുവായതും. ഇത് കഠോപനിഷത്തിലും പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും ശോകങ്ങളും അകറ്റിക്കഴിഞ്ഞ വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ കാരണത്താൽ ആത്മാവിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഒരു ബുക്കിൽ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു വൃക്ഷത്തുമ്മല് 2 കിളികൾ ഇരിക്കണത്. ഒരു കിളി എപ്പോഴും അതിൻ്റെ ഭക്ഷണം കയ്യിൽ ഒതുക്കി, ചുണ്ടിലും കയ്യിലും ഒക്കെ ഒതുക്കി പിടിച്ച് ആകാംക്ഷയോട് കൂടിയിരിക്കണം. തൊട്ടടുത്ത് സാക്ഷിയായിട്ട് പരമാത്മാവ് വേറൊരു കിളി ഇരിക്കണം. അതായത് പരമാത്മാവും ജീവാത്മാവിനെ ആണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. ജീവാത്മാവ് എപ്പോഴും തൻ്റെ ഭൗതിക ആഗ്രഹങ്ങൾക്കായിട്ട് ഒന്ന് ശേഖരിച്ചുകൊണ്ടേയിരിക്കുന്നു. പരമാത്മാവ് ഈ ജീവാത്മാവിൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നു. എപ്പോഴാണോ ഈ ജീവാത്മാവ് പരമാത്മാവിൻ്റെ നേർക്ക് തിരിയണം, അപ്പോഴാണ് ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭഗവാന് ശരണാഗതി പ്രാപിക്കും. അതായത് നമ്മുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ
നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായങ്ങളില്ല, എല്ലാം ഭഗവാന്റെ ഇച്ഛ. ഭഗവാൻ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ നടക്കട്ടെ. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമ്മളത് ഭഗവാന് വിടും. ഭഗവാൻ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ നടക്കട്ടെ എന്ന് വിചാരിക്കും. അതാണ് പരമാത്മാവും ജീവാത്മാവും. അപ്പൊ പരമാത്മാവ് പ്രഭവസ്ഥാനമാണ് കൃഷ്ണൻ. എന്നാൽ അർജുനാട്ടെ തന്റെ സ്വാഭാവിക അവസ്ഥ മറന്നുപോയ അണുമാത്രനായ ജീവാത്മാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനാൽ അഥവാ കൃഷ്ണന്റെ വിശ്വാസനായ ഒരു പ്രതിനിധിയാൽ ആത്മഗുരു, ഒരു ആത്മീയ ഗുരുവിന് ഞാൻ ഉദ്ബുദ്ധനാകേണ്ടിയിരിക്കുന്നു. 21 വേദാവിനാശിനം നിത്യം യ ഏനം അജവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. വിവർത്തനം. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജ്ജനും പരിണാമങ്ങളില്ലാത്തവനും ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അപ്പൊ മനുഷ്യ സമൂഹത്തിന്റെ നിയമഗ്രന്ഥമാണ് മനു സംഹിത. അതിൽ ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് ഗുണകരമാണ്. അതായത് എന്താണ്? അതിന് മുന്നേ നോക്കാം. സമാധാനപ്രിയനായ ഒരു ജഡ്ജി ഒരു ഘാതകന് മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ. നീതിശാസ്ത്രാനുസൃതമാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കുവാൻ ആജ്ഞാപിക്കുന്നത്. ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടുംപാപത്തിന്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാതെ ഈ ജന്മം കൊണ്ട് തന്നെ അത് തീർക്കാൻ വേണ്ടിയാണ് ജഡ്ജി അദ്ദേഹത്തെ തൂക്കിൽ ഏറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ആ ജന്മത്തിൽ തന്നെ ആ തെറ്റ് ചെയ്തത് പൂർത്തിയാക്കി പരിശുദ്ധിയായിട്ട് ആത്മാവിന് പോകാൻ വേണ്ടിയാണ്. അപ്പൊ കൊലയാളിയെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് ഗുണകരമാണ്. കൃഷ്ണൻ യുദ്ധത്തിന് ആജ്ഞാപിക്കുമ്പോൾ ആ ഹിംസ പരമോന്നത നീതിക്ക് അനുസൃതമാണെന്ന് തീർച്ചയാക്കാം. ഇപ്പൊ ശസ്ത്രക്രിയയുടെ ഉദ്ദേശം രോഗിയെ കൊല്ലുകയല്ല, മറിച്ച് രോഗം മാറ്റുകയാണല്ലോ. അതുപോലെ കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് അർജുനൻ പരിപൂർണ ജ്ഞാനത്തോടെ ചെയ്യുന്ന ഈ യുദ്ധത്തിന് പാപഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അടുത്ത ഇതെന്താണ്? വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ അന്യാനി സംയാതി നവാനി ദേഹി. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യാനി സംയാതി നവാനി ദേഹി. അതുകൊണ്ടാ മാതാജി കാണാതെ പഠിക്കാൻ? ചെഞ്ചിട്ടു. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുശരീരങ്ങൾ സ്വീകരിക്കുന്നു. ആ ശ്ലോകം കാണാതെ പഠിക്കാനുണ്ടായിരിക്കും ചിലപ്പോൾ. അതായത് അണുമാത്രനായ ജീവാത്മാവ് ഒരു ദേഹം വിട്ട് മറ്റൊന്നിൽ പ്രവേശിക്കുന്നു. അപ്പൊ ആത്മാവുണ്ട് എന്നതിൽ വിശ്വസിക്കാത്തവരും അതേസമയം തന്നെ ഹൃദയത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ ഉറവിടം എന്തെന്ന് വിവരിക്കാൻ കഴിയാത്തവരുമായ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും അതുപോലെ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും അത് ശരീരത്തിന്റെ പരിണാമം ശരീരത്തിനുണ്ടാകുന്ന പരിണാമങ്ങളെ നിഷേധിക്കാനാവില്ല. വാർദ്ധക്യത്തോടെ ഈ പരിണാമം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റപ്പെടുന്നു. നമ്മൾ പറഞ്ഞ പോലെ അണുമാത്രനായ ജീവാത്മാവിന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത് പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. അതെല്ലാം ജീവാത്മാവിന്റെ ഇഷ്ടം പരമാത്മാവ് സാധിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഈ സ്ലൈഡിൽ ഒരു കഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതാണെന്ന് പറയാൻ സാധിക്കുമോ? ഒരു മാനിന്റെ ദേഹം കെട്ടുന്നത് ആർക്കാണ്? ഭരതരാജാവിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അതായത് കൗരവരുടെയും പാണ്ഡവരുടെയും പൂർവികനാണ് ഭരത രാജാവ്. അദ്ദേഹം ഗൃഹസ്ഥാശ്രമ അദ്ദേഹത്തിന് 9 പുത്രന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഭരതരാജാവ്
ഗൃഹസ്ഥാശ്രമത്തിന്റെ കടമ നിർവഹിച്ച് വാനപ്രസ്ഥത്തിന് യാത്ര തിരിച്ചു. അങ്ങനെ ധ്യാനനിരതനായി പുഴക്കരയിലിരുന്ന് അദ്ദേഹം പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഒരു ഗർഭിണിയായ മാൻ അവിടേക്ക് ഓടി വന്നു. അത് വളരെയധികം പേടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഒരു സിംഹത്തിന്റെ ഗർജനവും കേട്ടു. അത് പേടിച്ചുകൊണ്ട് അത് വെള്ളത്തിലേക്ക് പരിഭ്രാന്തമായി പാറയിൽ നിന്ന് ജലത്തിലേക്ക് ചാടി. ആ ചാട്ടത്തിന്റെ ആഘാതത്തിൽ അതൊരു മാൻകുട്ടിയെ പ്രസവിച്ചു. അമ്മമാനാണെങ്കിൽ ഒഴുക്കിൽപ്പെട്ട് പോവുകയും ചെയ്തു. ഭരതമുനി ആ മാൻകുഞ്ഞിനെ പരിപാലിച്ചു. ഒരു വൈകാരിക ബന്ധം, അവർ തമ്മിൽ ഒരു വൈകാരിക ബന്ധമുണ്ടായി. എപ്പോഴും ഈ ഭരതമുനിക്ക് ഈ മാനിനെ അന്വേഷിച്ച് ഇനി വീണ്ടും ആ സിംഹം വരുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ അതിനെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്നൊരു ചിന്ത ഭരതൻ മുനിക്ക് ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ധ്യാനം മുടങ്ങി മാനിനെ ശ്രദ്ധിക്കുന്നതിലായി. അത് എത്ര വലിയ രാജ്യമൊക്കെ മക്കളും 9 പുത്രന്മാരും എല്ലാം ഉണ്ടായി. അവർക്കെല്ലാം രാജ്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു രാജ്യവും രാജ്യസിംഹാസനവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ടും അദ്ദേഹം ഒരു മാൻകുട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞു. അങ്ങനെ മാനിനെ ശ്രദ്ധിക്കുന്നതിൽ മുഴുകി. അപ്പൊ മാനിന് വരാൻ വൈകുമ്പോൾ അതിനെ അന്വേഷിച്ചു നടന്നു. സ്വാധ്യായവും പൂജകളും ഒന്നും ശരിയാകുന്നില്ല. മാനിനെ സിംഹം കൊല്ലും എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വിഷമിച്ചു. അങ്ങനെ അദ്ദേഹം വളരെ ക്ഷീണിതനായി ആത്മാവ് വിടുന്ന സമയത്ത് മാനിനെ ഓർത്ത് വിലപിച്ചു. ആ ആത്മാവ് നമ്മുടെ ജന്മം അവസാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൃത്യുവിൻ്റെ ആഗമന സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും എന്നാണ് പറയുന്നത് നമ്മുടെ അടുത്ത ജന്മം. അപ്പോൾ ഒരു മാനിൻ്റെ ആത്മാവ് വിടുന്ന സമയത്ത് ഈ മാനിനെ ചിന്തിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് വിലപിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മാവ് വിട്ടത്. അദ്ദേഹം ഒരു മാനായി തീർന്നു. മാനിന്റെ രൂപത്തിൽ ജീവാത്മാവ് ദേഹം വിട്ടു. അടുത്ത ജന്മം അദ്ദേഹത്തിന് മാനിന്റെ ശരീരമാണ് ലഭിച്ചത്. അപ്പൊ പക്ഷെ ഒരു ഇതുണ്ടായിരുന്നു, ആ മാനിന് പൂർവജന്മം ഓർമ്മയുണ്ടായിരുന്നു. അത് ഒരു ആശ്രമത്തിന്റെ അടുത്ത് തന്നെയാണ്. അത് പിന്നെ അവിടുന്ന് പോയില്ല. ഋഷിമാരുടെ പ്രവൃത്തികളും മറ്റും കണ്ട് അവിടെ തന്നെ താമസിച്ചു. അടുത്ത ജന്മമാണ് വൈഷ്ണവ ഭക്തനായ ജഡഭരതനായി തീർന്നത്. അതാണ് ഈ കഥ. അപ്പൊ നമ്മള് മരണസമയത്ത് എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതായി തീരുമെന്നാണ് പറയുക. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നോക്കാം. ആത്മാവിന്റെ മൂലസ്വരൂപം. ആത്മാവിന് ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, വെള്ളത്തിന് നനയ്ക്കാനാവില്ല. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അജഞ്ചലനും നിത്യനുമാണ് ആത്മാവ്. ആത്മാവിന്റെ പ്രത്യേകതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. അഗ്നിക്ക് ദഹിപ്പിക്കാൻ സാധിക്കില്ല, കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല. അടുത്ത ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യോപ ന ശോഷയതി മാരുത. അതാണ് നമ്മൾ പറഞ്ഞ ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിൽ നനയ്ക്കാനോ കാറ്റിനെ ശോഷിപ്പിക്കാനോ കഴിയില്ല. ശാശ്വതനായ ജീവാത്മാവ് അണുമാത്രനാകിയാൽ മായാശക്തിക്ക് അടിമപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. തീക്കട്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീപ്പൊരികൾ തീക്ക് വെളിയിലെത്തുമ്പോൾ അതിൻ്റെ അണഞ്ഞു പോകുന്നത് പോലെ ഭഗവാന്റെ സത്സംഗത്തിൽ നിന്ന് ആ സംഘത്തിൽ നിന്ന് വിട്ടുപോകുന്ന ജീവാത്മാക്കൾ മായാശക്തിക്ക് അടിമപ്പെടുന്നു. അച്ഛേദ്യോയമഹേദ്യോയമക്ലേദ്യോ അശോഷ്യജ.
ഏവജ നിത്യ സർവഗതസ്ഥാണുർ അജലോയം സനാതന. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അചഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. അണുമാത്രനായ ആത്മാവ് പരമാത്മാവിൻ്റെ ഒരംശം മാത്രമാണെന്നും അതപ്രകാരം ശാശ്വതമല്ലാതെ ശാശ്വതമായി മാറ്റമില്ലാതെ നിലനിൽക്കുമെന്നും പറയുന്നു. സർവഗത സർവവ്യാപി, ഭൂമിയിലും വെള്ളത്തിലും വായുവിലും മണ്ണിനടിയിലും തീയിൽ പോലും ആത്മാക്കള് ഉണ്ടാവും. അതിനനുസരിച്ച് ജീവിക്കാനുള്ള ശരീരമായിരിക്കും അവയ്ക്ക് ലഭിക്കുക. എന്തെന്നാൽ ആത്മാവ് അഗ്നിയാൽ ദഹിക്കപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് അഗ്നിയിലും ചൂട് സ്ഥലത്തും വെള്ളത്തിനടിയിലും ഒക്കെ ജീവികള് വരുന്നു. അതിനനുസരിച്ചുള്ള ശരീരമാണ് അവയ്ക്ക് കിട്ടുക. അപ്പോൾ ഈ നിലയ്ക്ക് സൗരഗ്രഹത്തിലും ജീവിക്കാനാകുന്ന ശരീരഘടനയോട് കൂടിയ ആത്മാക്കൾ ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. സൗരമണ്ഡലത്തിൽ ജീവജാലങ്ങൾ ഇല്ലെന്ന് വരികിൽ സർവഗത പദപ്രയോഗം അർത്ഥശൂന്യമാണെന്ന് കരുതുന്നു. 5. അവ്യക്തോയമചിന്യോയമകാര്യോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതമർഹസി. അദൃശ്യനാണ്, അചിന്ത്യനാണ്, മാറ്റമില്ലാത്തവനാണ് ആത്മാവ്. ഇതറിയുന്നതുകൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശനിലൂടെയും കാണാനാവാത്ത വിധം സൂക്ഷ്മതമമാണ് ആത്മാവ്. വേദജ്ഞാനങ്ങളിലൂടെ അല്ലാതെ പരീക്ഷണങ്ങളിലൂടെ ഉറപ്പുവരുത്താൻ ആർക്കുമാവില്ല. ശരീരത്തിനെന്ന പോലെ പരിണാമ ഭേദങ്ങൾ ആത്മാവിനുണ്ടാവുകയില്ല. ജീവാത്മാവ് പരമാത്മാവ് അമേയനാണ്. ജീവാണുവാകട്ടെ അതിസൂക്ഷ്മമാണ്. അധചൈനം നിത്യജാതം നിത്യം വാമന്യസേമൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതം അർഹസി. അതല്ല ആത്മാവ് ജീവന്റെ ലക്ഷണം. ആത്മാവ് ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനാവില്ല. ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണിത്. ഇനി ആത്മാവ് മരിക്കുന്നു എന്നാണെങ്കിലും ദുഃഖിക്കാനില്ല. ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരാത്മാവില്ലെന്ന് വിശ്വസിക്കുന്നു. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന്റെ ബന്ധം. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതനുമാണ്. ഇനി എന്താണ് 27. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർധ്രുവം ജന്മമൃതസ്യ ച തസ്മാദപരിഹാര്യേന ത്വം ശോചിതും അർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തൻ്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഒരാള് ജനിച്ചാല് അയാൾക്ക് മരണം നിശ്ചയമാണ്, മരിച്ചാല് ജനനവും നിശ്ചയമാണ്. അതിനാൽ തൻ്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. അപ്പൊ ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾ ജന്മം എടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അടുത്ത ഒരു ജന്മത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മുടെ ജീവിതം. നമ്മൾ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത്. നമ്മൾ നല്ലവനായി തീരണോ, ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ട് ഭഗവാന്റെ സേവയ്ക്കനുസരിച്ച് ഉള്ള ഒരു ജീവിതം അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ആദ്യമേ തുടങ്ങി കിട്ടാൻ അർഹനാവാൻ വേണ്ടി നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് വേണമെങ്കിൽ നമ്മൾക്ക് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങൾക്കിടയിൽപ്പെട്ട് എല്ലാ സുഖങ്ങളും എനിക്കാണ് എന്ന ചിന്തയോടെ വേണമെങ്കിൽ നമുക്ക് ഈ ജന്മം പാഴാക്കി കളയുകയും ചെയ്യാം. അത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ശ്ലോകം 28. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തെ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെയിരിക്കെ വ്യസനത്തിൻ്റെ ആവശ്യമെന്ത്? അപ്പൊ ശരീരത്തിൻ്റെ പ്രാധാന്യം കുറച്ച് ഉള്ള കാര്യങ്ങൾ അർജുനന്
ഭഗവാൻ പറഞ്ഞു കൊടുക്കണം, ഈ ശരീരം നോക്കിക്കൊണ്ട് നീ അതിനു വേണ്ടി വിഷമിക്കേണ്ട, ആത്മാവിനാണ് ഇവിടെ പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ആത്മാവിൻ്റെ ഒരേ കാര്യകാരണങ്ങൾ നിർത്തുന്നത്. സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിൻ്റെ ആവശ്യമെന്ത്? ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും ഉണ്ട്, വിശ്വസിക്കാത്തവരുമായി രണ്ട് വിഭാഗം തത്വജ്ഞാനികളുണ്ട്. അതായത് രണ്ട് വിധത്തിൽ നോക്കിയാലും ദുഃഖത്തിന് കാരണമില്ലെന്ന് സ്പഷ്ടമാണ്. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ നാസ്തികരെന്ന് വിളിക്കുന്നു. ദൈവമില്ല എന്നുള്ളവരെയാണ് നാസ്തികര്. ഞാനാണ് ഇതിൻ്റെയൊക്കെ കാരണഭൂതനും എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി എന്നെ എന്നുള്ള മട്ടിലുള്ളത് നാസ്തികര്. ഇനി ആ നാസ്തിക സിദ്ധാന്തം സ്വീകരിച്ചാൽ കൂടി ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. ആത്മാവിന് പ്രത്യേകമായ നിലനിൽപ്പുണ്ട്. സൃഷ്ടിക്ക് മുൻപ് ഭൗതിക മൂലധാതുക്കളിൽ ആത്മാവിൻ്റെ സാന്നിധ്യമില്ല. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ അല്ലെങ്കിൽ ഭൂമി എന്നീ ക്രമത്തിൽ ഉരുത്തിരിയുന്നു. ഭൂമിയിൽ നിന്ന് വിവിധ ആവിർഭാവങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ സൂക്ഷ്മ അവസ്ഥയിൽ നിന്ന് സ്ഥൂല അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സൂക്ഷ്മ അവസ്ഥ അത് വായു, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു, അതായത് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അതിനേക്കാൾ സ്ഥൂലമായിട്ടുള്ള അഗ്നി ഉണ്ടാകുന്നു, അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടാകുന്നു, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ അതായത് ഭൂമി. അപ്പം അത്രയും സ്ഥൂലമായ ക്രമത്തിൽ അത് ഉരുത്തിരിയുന്നു. ഭൂമിയിൽ നിന്ന് വിവിധ ആവിർഭാവങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണമായി ഭൂമിയിൽ നിന്ന് ഒരു പടുകൂറ്റൻ കെട്ടിടം എടുക്കുക, അത് തകർന്നടിയുമ്പോൾ വീണ്ടും അത് അവ്യക്ത ദശയിലെത്തുന്നു, അത് ഭൂമിയിൽ തന്നെ ചേരുന്നു, അവസാനം അണുപ്രായമായി തീരുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഭൗതിക ശരീരങ്ങൾ കാലാന്തരത്തെ നശിക്കുകയും അന്തവന്ത ഇമേ ദേഹ ആത്മാവ് അനശ്വരനാണെന്നുമുള്ള നിത്യോക്ത ശരീരണ, ആത്മാവിന് മാത്രം നിത്യതയുള്ളൂ, ശരീരം ഉടുപ്പ് മാത്രമാണെന്ന് എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു. ഉടുപ്പൊന്നും മാറുന്നതിൽ എന്ത് വിഷാദം. ഉടുപ്പ് മാറി ആ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു. ഭൗതിക ശരീരത്തിന്റെ അസ്ഥിരയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൈദിക ജ്ഞാനം ആത്മസാക്ഷാത്കാരത്തിന് പ്രോത്സാഹനം നൽകുന്നത്. 29 ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവദ്വദതി തഥൈവ ജാന്യം ആശ്ചര്യവച്ചൈമന്യ ശൃണോതി ശ്രുതാപ്യനം വേദന ചൈവ കശ്ചിത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവദ്വദതി തഥൈവ ജാന്യഃ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യനം വേദന ചൈവ കശ്ചിത്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു, മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലരാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഓരോരുത്തരുടെ പ്രത്യേകതകൾ. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്, ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു, മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ഇനിയോ ചിലർക്കാട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭീമാകാരമായൊരു മൃഗത്തിന്റെ ശരീരത്തിലും പടുകൂറ്റൻ വടവൃക്ഷത്തിലും 1 ഇഞ്ച് മാത്രം വരുന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു. ഇപ്പൊ ഏറ്റവും വലിയ വടവൃക്ഷം അല്ലെങ്കിൽ അമ്പലത്തിന്റെ മുറ്റത്തൊക്കെ കാണുന്ന ആൽമരം, എത്ര വലിയൊരു ആൽമരത്തിന്റെ വിത്താണെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു വിത്താണ്. ആ വിത്തിനുള്ളിലാണ് ഇത്ര വലിയൊരു ആൽമരത്തിനെ ഭഗവാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. അത് ഒരു കഥയിൽ പറഞ്ഞിട്ടില്ലേ, ഒരു നാരദ മഹർഷി ഇങ്ങനെ പോകുമ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ അടുത്ത്, നാരദ മഹർഷിക്ക് എല്ലായിടത്തും സഞ്ചരിക്കാൻ സാധിക്കും,
അപ്പം ബ്രാഹ്മണൻ തന്നെ കാണും. ഇപ്പൊ ബ്രാഹ്മണനാണെങ്കിൽ എപ്പോഴും പൂജ കർമാദികളൊക്കെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രാഹ്മണൻ ചോദിക്കും, നാരദരെ, അങ്ങ് ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ഒരു കാര്യം ചോദിക്കാമോ എന്ന് ചോദിക്കും. എന്താണെന്ന് പറയാം, ഞാൻ ഈ ജന്മം തന്നെ, അല്ലെങ്കിൽ അങ്ങയുടെ അടുത്തെത്താൻ, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ഇനി എത്ര നാളെടുക്കും, എത്ര ജന്മങ്ങൾ വേണ്ടി വരുന്നു എന്ന് ചോദിച്ചിട്ട് അതറിഞ്ഞ് വരണം ഇനി വരുമ്പോൾ എന്ന് പറയും. അങ്ങനെ വേറെ ഒരു ചെരുപ്പ് കുത്തിയും ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ആ ചെരുപ്പ് കുത്തിയും പറയും, നാരദ മഹർഷി, അങ്ങ് പോയി വരുമ്പോൾ ഭഗവാനോടൊന്ന് ചോദിക്കുക, ഞാൻ എന്ന് ഭഗവാന്റെ അടുത്തെത്തുന്നുള്ളതെന്ന് പറയും. അപ്പൊ ചെരുപ്പ് കുത്തിയാണെങ്കിൽ എപ്പോഴും ചെരുപ്പ് തുന്നണം, അതിൽ ശ്രദ്ധ, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് കാരണം ബ്രാഹ്മണനാണെങ്കിൽ എപ്പോഴും ഭഗവത് സേവയും എല്ലാമാണ്. അങ്ങനെ നാരദ മഹർഷി ഭഗവാന്റെ അടുത്തെത്തി. അങ്ങനെ ഭഗവാനോട് ചോദിക്കും, ഇങ്ങനെ എന്താണ് ഭൂലോകത്തിലൊക്കെ എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ്, രണ്ട് കൂട്ടര് ഭഗവാനോടൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നൊരു ബ്രാഹ്മണൻ ഈ ജന്മം തന്നെ അങ്ങയുടെ അടുത്ത് എത്തുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. അപ്പം പറഞ്ഞ, അല്ല, ഇനി പല പല ജന്മങ്ങള്, കോടി ജന്മങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് ആ ബ്രാഹ്മണന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുക എന്ന് പറയും. അപ്പൊ ചോദിക്കും, ഇതേ ചോദ്യം തന്നെ എന്നോട് ഒരു ചെരുപ്പ് കുത്തിയും ചോദിക്കും. അതും അപ്പൊ കുറേ നാള് കഴിഞ്ഞിട്ട്, കുറേ ജന്മങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞല്ല, ചെരുപ്പ് കുത്തിക്ക് ഉടനെ ഈ ജന്മം തന്നെ എൻ്റെ അടുത്ത് എത്താൻ സാധിക്കും എന്ന് പറയും. അപ്പൊ നാരദ മഹർഷിക്ക് പോലും ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അപ്പൊ പറയും, അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞ, ഒരു കാര്യം ചെയ്യ്, നാരദര് അവിടെ പോകുമ്പോൾ പറയുക, അവര് ചോദിക്കും, ഭഗവാൻ എന്തെടുക്കണം എന്ന് ചോദിക്കുമ്പോൾ പറയുക, ഭഗവാൻ ഒരു സൂചിയുടെ കുഴയിലൂടെ ഒരു ആനയെ കയറ്റുകയാണെന്ന് പറയാൻ പറഞ്ഞത്. ഈ ഒരു ചോദ്യം അവരോട്, ഈ ഒരു കാര്യം അവരോട് പറഞ്ഞാൽ മതി, അപ്പൊ നാരദർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഭൂലോകത്ത് എത്തിയപ്പോൾ ബ്രാഹ്മണന്റെ അടുത്ത് വന്നു. അപ്പൊ ബ്രാഹ്മണൻ ചോദിച്ചു, നാരദരെ കണ്ടിരുന്നു, ഭഗവാനെ കണ്ടപ്പോ ഞാൻ ചോദ്യം ചോദിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു. അപ്പൊ ഭഗവാൻ എന്തെടുക്കണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ, ഭഗവാൻ ഞാൻ ചെല്ലുമ്പോൾ ഒരു സൂചിയുടെ കുഴയിൽ കൂടി, ഒരു തുന്നണ സൂചി, ആ കുഴയിൽ കൂടി ഒരു ആനയെ കടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോ ബ്രാഹ്മണൻ ചിരിച്ചു. എന്നിട്ട് പറയും, ഒരു സൂചിയുടെ കുഴയിൽ കൂടി ഒരു നൂല് എൻ്റെ വലിപ്പം പോലും കടത്താൻ പാടുപെടുമ്പോഴാണോ ഒരു ആനയെ കടത്തണത് എന്ന് ചോദിച്ചുകൊണ്ട് ചിരിച്ചു. അങ്ങനെ ചെരുപ്പ് കുത്തിയുടെ അരിയത്ത് ചെന്നു. ചെരുപ്പ് കുത്തി അവിടെ ചോദിച്ചപ്പോൾ ഭഗവാനെ കണ്ടോ, ഭഗവാൻ എന്തെടുക്കണം എന്ന് ചെരുപ്പ് കുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭഗവാൻ ഒരു സൂചിയുടെ കുഴയിൽ കൂടി ഒരു ആനയെ കടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ചെരുപ്പ് കുത്തി പറഞ്ഞ, അതിനെന്താ ഇത്രയും അപ്പൊ ഒരു ആൽമരത്തിന്റെ താഴെ ഇരുന്നുകൊണ്ടാണ് ചെരുപ്പ് കുത്തി ചെരുപ്പ് തിന്നുന്നത്. ഈ ആൽമരത്തിന്റെ വിത്ത് അത്രയും ചെറുതാണ്, അതിനുള്ളില് ഇത്ര വലിയ മരത്തിനെ ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുന്ന ഭഗവാന് ഒരു ആനയെ കടത്താനാണോ പ്രയാസം എന്ന് ചോദിച്ചു. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് നാരദർക്ക് മനസ്സിലായി, അത്രയും വിശ്വാസമാണ് ചെരുപ്പ് കുത്തിക്ക് ഭഗവാനില്. അതായത് യാതൊരു ഇതുമില്ല, നമ്മള് അത്രയും ഭഗവാനെ വിശ്വസിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ജന്മം തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോഴാണ് നാരദർക്ക് ഈ ബ്രാഹ്മണന്റെയും ചെരുപ്പ് കുത്തിന്റെയും ആ ഭാവം മനസ്സിലാക്കാൻ സാധിച്ചത്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് അത്രയും വിശ്വാസം ഉണ്ടായിരിക്കണം ഭഗവാനില്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ദേഹി നിത്യമബദ്ധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നാത്വം ശോചിതമർഹസി. ഹേ ഭാരത, ദേഹി, ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ദേഹി അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഭാവാർത്ഥം. അതിന്റെ ഭാവാർത്ഥം ഒന്ന് വായിക്കും മാതാജി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഹേ ഭാരത, ദേഹി അതായത് ദേഹത്തിൽ വസിക്കുന്ന സത്ത അനശ്വരനാണ്. അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിച്ചോളൂ മാതാജി. ശ്രീ ഭഗവാൻ പരിണാമാതീതനായ ആത്മാവിനെ കുറിച്ചുള്ള വിവരണം ഇവിടെ നിർത്തുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അനശ്വരനായ ആത്മാവിനെ വിവിധ രീതികളിൽ വർണ്ണിച്ചതിനു ശേഷം ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണെന്ന് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനൻ തന്റെ മുത്തച്ഛനായ ഭീഷ്മനും ഗുരുവര്യനായ ദ്രോണനും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഭൗതിക ശരീരത്തിന് അതീതമായ ഒരാത്മാവുണ്ടെന്ന് ശ്രീകൃഷ്ണനെ പ്രമാണമാക്കി നാം മനസ്സിലാക്കണം. ആത്മാവ് എന്നൊന്നില്ലെന്നോ രാസപദാർത്ഥങ്ങളുടെ സമ്മിശ്രണ ഫലമായി ഭൗതിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവന്റെ ലക്ഷണങ്ങൾ ആവിർഭവിക്കുകയാണെന്നോ പറയുന്നതല്ല ശരി. ആത്മാവിന് ശാശ്വതത്വം ഉണ്ടെന്നിരിക്കലും ഹിംസ ആശാസ്യമല്ല. എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാനും വയ്യ. ദൈവഹിതമനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് തന്നിഷ്ടപ്രകാരം ആകരുത്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അതാണ് ആത്മാവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ് അവിടെ ഭഗവാൻ ആത്മാവിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവസാനിപ്പിക്കുകയാണ്. വിവിധ രീതികളെ വർണ്ണിച്ചതിന് ശേഷം ആത്മാവ് നാശരഹിതനാണ്, ശരീരം നശ്വരമാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണത് ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് അർജുനൻ തന്റെ മുത്തച്ഛനായ ഭീഷ്മനും ഗുരുവര്യനായ ദ്രോണനും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന് തന്റെ ധർമ്മം അല്ലെ കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ശ്ലോകം 31. സ്വധർമ്മമപി ചാപേക്ഷ്യ വികമ്പിതും അർഹസി ധർമ്മ്യാധിയുദ്ധാച്ഛേയോ ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസനാനുസൃതമായ സമരത്തേക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. സാമൂഹ്യ ഭരണ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യനെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയ. ക്ഷത് എന്ന വാക്കിന് മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം. ക്ഷത്രിയർ എന്ന് വെച്ചാല് ആദ്യം ബ്രാഹ്മണർ, 2 ക്ഷത്രിയർ, 3 വൈശ്യർ, 4 ശൂദ്രർ. അങ്ങനെ 4ആയിട്ടാണ് സാമൂഹ്യ ഭരണ വ്യവസ്ഥയനുസരിച്ച് മനുഷ്യനെ 4 വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ളതിൽ സദ്ഭരണം നടത്തേണ്ട രണ്ടാമത്തെ കൂട്ടരാണ് ക്ഷത്രിയർ. ക്ഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം മുറിവേൽപ്പിക്കുക എന്നാണ് അർത്ഥം. ക്ഷത്ത് മുറിവേൽപ്പിക്കുക. ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. ത്രായതേ രക്ഷപ്പെടുത്തുന്നവൻ. ക്ഷത്രിയർ കാട്ടിൽ വെച്ചാണ് ഹിംസ പരിശീലിക്കുന്നത്. വാളുമേന്തി അവൻ കാട്ടിൽ ചെന്ന് വ്യാഘ്രത്തോട് നേരിട്ട് പൊരുതുന്നു. മരിച്ച വ്യാഘ്രത്തിന്റെ ശവം രാജകീയ ബഹുമതികളോടെ സംസ്കരിക്കപ്പെടും. ജയ്പൂരിലെ ക്ഷത്രിയ രാജാക്കന്മാർ അടുത്ത കാലം വരെ ഈ പതിവ് നിലനിർത്തി പോന്നു. മത നിയമപ്രകാരം വേണ്ടി വന്നേക്കാവുന്ന ഹിംസ ചിലപ്പോൾ ആവശ്യമായിരുന്നില്ല. വെല്ലുവിളിയിലും കൊലയിലും ക്ഷത്രിയർക്ക് പ്രത്യേക പരിശീലനം നടത്താറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സന്യാസാശ്രമം സ്വീകരിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. ക്ഷത്രിയർക്ക് സന്യാസ ആശ്രമം ഒരു നിഷിദ്ധമാണ്. അപ്പൊ ക്ഷത്രിയൻ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ അവിടെ നോക്കിയത്. അസൂയാലുവായ രാജാവിനോട് മത്സരിച്ച് പൊരുതി മരിക്കുന്ന ക്ഷത്രിയർ മരണശേഷം സ്വർഗലോകങ്ങളിൽ അധിവസിക്കുന്നു. ബലിക്ക് മതതത്വങ്ങളനുസരിച്ച് രണാങ്കണത്തിൽ ചെയ്യുന്ന ഹിംസയും യാഗാഗ്നിയിലെ ജന്തുബലിയും ഹിംസയായി കണക്കാക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ധാർമ്മിക ശാസനകൾ അനുസരിച്ചായതിനാൽ ഏവർക്കും ഇതുകൊണ്ട് നേട്ടമേ ഉണ്ടാകുന്നുള്ളൂ. ബലിക്ക് വിധേയമാകുന്ന മൃഗം പരിണാമ പ്രക്രിയകളിലൂടെ സഞ്ചരിക്കാതെ മനുഷ്യജന്മം പെട്ടെന്ന് നേടുകയും
യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട ക്ഷത്രിയനും ഹോമാദികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണനും സ്വർഗലോകം ലഭിക്കും എന്നാണ് പറയുന്നത്. ഇനി സ്വധർമ്മം തന്നെ 2 വിധമുണ്ട്. മുക്തനാകാത്തിടത്തോളം കാലം മതപ്രമാണം അനുസരിച്ച് ഓരോ ശരീരത്തിന് നിറവേറ്റേണ്ടതായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം. സ്വധർമ്മം എന്നത് ഈശ്വര കൽപ്പിതമാണ്. വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. 32 യദൃശ്ചയാചോപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീശ്രമ ഈദൃശം. അപാവൃതം തുറക്കപ്പെട്ട, പാർത്ഥ യാദൃശ്യമായി ഇതുപോലൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാര് സ്വർഗത്തിലേക്ക് എത്തിച്ചേരപ്പെടും. അത് സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടതാണ്. 33 അധചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിഞ്ച ഹിത്വാ പാപം അവാപ്സ്യസി. അല്ല, ധാർമ്മികമായ സമരം ചെയ്യുന്നില്ലെങ്കിലും സ്വന്തം കടമ നിറവേറ്റാതിരുന്നത് കൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും. യുദ്ധവീരൻ എന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അർജുനൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ യോദ്ധാവാണ്. അദ്ദേഹം അനേകം ദേവന്മാരെ, പരമശിവനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് കീർത്തി നേടിയിട്ടുണ്ട്. കാട്ടാള വേഷധാരിയായ പരമശിവനെ പൊരുതി തോൽപ്പിച്ച ശേഷം പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നാണ് പാശുപതാസ്ത്രം സ്വീകരിച്ചത്. അദ്ദേഹം ഒരു മഹായോദ്ധാവാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ശിവനെ തോൽപ്പിച്ചിട്ടാണ് ശിവനിൽ നിന്ന് പാശുപതാസ്ത്രം കരസ്ഥമാക്കിയ വീരനാണ് അർജുനൻ. അപ്പൊ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്കുള്ള കടമ നിറവേറ്റിയില്ലെന്ന് വരും. അതിനു പുറമെ ഇതേവരെ നേടിയ സൽകീർത്തിയും നഷ്ടപ്പെടും. തനിക്ക് നരകത്തിലേക്ക് വഴിയൊഴുക്കലാവും. അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് നരകം പോകേണ്ടി വരിക. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ചാകീർത്തിർമരണാദരിച്യതേ. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. എല്ലാവരും നിന്നെ പഴിക്കും. നീ പേടിച്ച് മാറി നിന്നതാണെന്ന് പറയുള്ളൂ. അല്ല, മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. നീ യുദ്ധം ചെയ്ത് മരിച്ചാലും കുഴപ്പമില്ല, മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തേക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി. അപ്പോൾ സൗഹാർദ്ദം ദുരുപയോഗപ്പെടുത്തിയെന്നും സമൂഹത്തിൽ നിനക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയെന്നുമുള്ള ദുഷ്പേരിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. 35 ഭയാദ്രണദുപരതം മാംസ്യന്തി ത്വം മഹാരഥ യേഷാം ചാത്വം ബഹുമതോ ഭുക്ത യാസ്യസി ലാഘവം. ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും. അപ്പൊ ഭയം കൊണ്ടാണ് നീ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടിയത്. നീ ഈ മറ്റുള്ളവരുടെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പോകുന്നതെന്ന് അവര് വിചാരിക്കില്ല. ഭയം കൊണ്ട് മാറി നിന്നു എന്ന് വിചാരിക്കും. നിന്റെ പ്രശസ്തിയെ, മഹാരഥനാണ്, പ്രശസ്തിയെ അത് ബാധിക്കും. അതുകൊണ്ട് നിസ്സാരനാണെന്ന് കരുതപ്പെടും. 36 അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തവാഹിത നിന്ദസ്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുകിം. ശത്രുക്കൾ നിന്നെപ്പറ്റി പഴി പലതും പറയും. നിന്റെ കഴിവില്ലായ്മയെ അവർ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്? കൃഷ്ണൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അർജുനന് ബോധ്യപ്പെടുത്തുകയാണ്. അർജുനന്റെ അസ്ഥാനത്തായ അനുകമ്പാവേശം കണ്ട് കൃഷ്ണൻ വിസ്മയിച്ചു. അത് അനാര്യന്മാർക്ക് മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ അർജുനന്റെ കരുണാഭാവത്തെ പറ്റിയുള്ള തൻ്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്യുന്നു. 37 ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭൂഷ്യസേ മഹീം
തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ജയം അർജുനന്റെ കക്ഷിക്കാവുമെന്ന് നിശ്ചയിക്കാനാവില്ല, എങ്കിലും യുദ്ധം ചെയ്തേ കഴിയൂ. ക്ഷത്രിയരുടെ ധർമ്മമാണ് യുദ്ധം. രണാങ്കണത്തിൽ വെച്ച് കൊല്ലപ്പെട്ടാലും സ്വർഗലോകങ്ങളിൽ വാഴാൻ സാധിക്കും. ക്ഷത്രിയന്മാര് അങ്ങനെയാണ്. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് എവിടെ തീർക്കണം? വാഞ്ചകൽപതലഭ്യശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ ഭക്തവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭുവാദിക്ക് ജയ്. ശ്രീ ഗുരുദേവ് കി ജയ്. നിത്തായ് ഗൗരപ്രമാനന്ദേ. ഹരി ഹരി ഹരി. ബോൽ. ഇന്ന് മാതാജിക്ക് ഭക്തി വൈഭവ ക്ലാസ് ഉള്ളത് കൊണ്ടാണ് മാതാജി ഇതിൽ കയറാതിരുന്നത്. അപ്പം എല്ലാവരെയും 25 പേരെയും അറ്റൻഡൻസ് ഇടുന്നതായിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാളെ ഹരേ മാതാജി. കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ പ്രഭു. ക്ഷത്രിയർക്ക് സന്യാസാശ്രമം